എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജീദ് ഉസ്താദ് വടകര. പിണറായി സർക്കാരിൻ്റെ ചായ സൽക്കാരത്തിൻ്റെ 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അത് വലിയ പൈസയൊന്നുമല്ല. പിണറായി സർക്കാർ കഴിക്കുന്ന ചായ സ്വർണത്തിൻ്റെ ചായയാണ്. പിണറായി സർക്കാർ ഇതിനു മുമ്പേ ദുബൈയിൽ പോയതിനു ശേഷം KP ചായ കുടിച്ചതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം നാട്ടിലിപ്പം സ്വർണ്ണ ചായ കുടിക്കുന്നത്. അത് നിങ്ങളറിയോ? വടകര നാദാപുരം സ്ഥലത്ത് KP ചായ ഉണ്ട്. 1000 രൂപയെന്ന്. 1 ലക്ഷം മുമ്പേ സ്വർണത്തിന് വിലയുള്ളത്. ഇപ്പം 1500-2000 ആയിട്ടുണ്ടാവും. അത് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് 1000 റുപ്യൻ്റെ ചായ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ 1000 റുപ്യ ചായ കുടിക്കുമ്പം അതിൻ്റെ ഇത് ഒരു ചെറിയ പൈസയാണ്, 6 ലക്ഷം റുപ്യ. പിന്നെ അതേപോലെ ഒരു ദിവസം ഉറങ്ങാൻ 2 ലക്ഷം റുപ്യ വരവായത്. ഒന്ന് പരവതാനി എന്താണെന്ന് പറഞ്ഞാൽ കാലിന് അദ്ദേഹത്തിന് പൊടി പറ്റൂല, മണ്ണിൻ്റെ ഒന്നും പറ്റൂല, അതുകൊണ്ട് സോക്സെല്ലാം ഇട്ടിട്ടാണ് അതാണ് പരവതാനി തേച്ചത്. പിന്നെ കടക്കപ്പെരിയിൽ സ്വർണം പൂശിയതാണ്. അതും ചെറിയ പൈസയാണ്. ഒരു കടക്ക ഫുൾ സ്വർണം പൂശാൻ എത്ര പൈസ വേണം? അപ്പോൾ ഒരു ലേശം അദ്ദേഹം കടക്കുന്ന സ്ഥലത്ത് മാത്രം തലക്കും കാലിൻ്റെ ഭാഗത്തും നടുവിൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് സ്വർണം പൂശി. അപ്പോൾ അതാണ് ഇത്രയും പൈസ ആയത്. അതൊന്നും വലിയ പൈസ ഒന്നല്ല. അതെല്ലാം വലിയ പൈസ സ്വർണത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ. പിന്നെ അയ്യപ്പ സംഗമം, അതിൻ്റെ ഡീസലിന് 7 ലക്ഷം റുപ്യ. അതുപോലെ ടാക്സി പിടിച്ചതിന് 10 ലക്ഷം റുപ്യ. ഈ വ്യാസൻ മന്ത്രി ഈ തുക പെരുപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒന്ന് നിങ്ങളും കൂടി അറിയേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നും ഈ 10 ലക്ഷം റുപ്യ 7 ലക്ഷം റുപ്യ ഇതൊന്നും ഒരു വലിയ പൈസ ഒന്നല്ല. ചായ കുടിച്ചതും വലിയ പൈസ അല്ല. ഈ പരവാനീൻ്റെ ഇതും ഈ ഒരു ദിവസം ഉറങ്ങിയതും വലിയ പൈസ ഒന്നല്ല. സർക്കാരിൻ്റെ പേരും പറഞ്ഞ് വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ പരസ്യം കോടിക്കണക്കിന് പരസ്യം ചെലവാക്കുന്നു. ഐസിയിലുള്ള CPMനെ ജീവിപ്പിക്കാൻ പരസ്യം കൊണ്ട് കേരളത്തിൽ നിറച്ചിരിക്കുക കോടികൾ. അതിലും വൻ തട്ടിപ്പുകളുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ഞങ്ങളോട് ചെയ്യുന്ന ജനങ്ങളോട് ചെയ്യുന്ന ശരിക്കൊരു വഞ്ചനയാണ്. ഇത്രയും നാണം കെട്ട സർക്കാർ, CPM സർക്കാർ ഈ രാജ്യത്തിന്, നമ്മുടെ കേരളത്തിന് തന്നെ ജനങ്ങൾക്കും വികസനത്തിനും ദോഷമായി തീരും. ഇല്ലാത്ത വികസനം നിങ്ങളൊന്നും അറിയണം. ഇല്ലാത്ത വികസനം എന്ന് പറയുന്നത് നമ്മളെ ക്ലീനിൻ്റെ ഇതിൽ കോർപ്പറേഷൻ 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനിലും 22,000 കോടി രൂപ അത് ലാപ്സാക്കിയിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ. ഇനി അത് ഇപ്പം കാത്തിരിക്കുകയാണ്. CPMനെ ചാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കോൺഗ്രസും ലീഗും. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഉപമുഖ്യമന്ത്രി വരെ ചാൻസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ അവരെ അഡീഷണൽ പേഴ്സൺ സ്റ്റാഫും എല്ലാം കൂടി ഇതിലും വലിയ ചിലവായിരിക്കും. UDF ഭരണം വരാം. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈ UDFനും LDFനും. ഇവർ കേരളത്തിന് ജനങ്ങൾക്കും വികസനത്തിനും മോശമായി വരും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ നെറികെട്ട രാഷ്ട്രീയ പാർട്ടികളായ LDF UDFും ഇവിടെ കേരളത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത് വൻ വിജയത്തോടെ വിജയിപ്പിച്ച് ഈ കേരളത്തെ വികസനത്തിലും എല്ലാത്തിനും രക്ഷപ്പെടുത്തണം.
നന്ദി, നമസ്കാരം.